കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കേട്ടോ സഞ്ചാരികൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 2 വീലറിന് 10 രൂപയും 4 വീലറിന് 30 രൂപയാണ് പാർക്കിംഗ് ഫീ ഈടാക്കുന്നത്. ഈ കാണുന്നത് ഇൻഫർമേഷൻ സെൻ്ററാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രകൃതിയെക്കുറിച്ചൊക്കെ ഇവിടെ നിന്നും നമുക്ക് ചോദിച്ചറിയാം. പിന്നെ വിശാലമായിട്ടുള്ള ഇരിപ്പിടവും ഇവിടെ സഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കാൽനടയായിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ സന്ദർശിക്കാവുന്ന ഒരിടം കൂടിയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. വയനാടിൻ്റെ 2ാം വളവിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരപരിധി എന്ന് പറയുന്നത്. മഞ്ഞണിഞ്ഞ മലകൾ എന്നർത്ഥം വരുന്ന തുഷാരഗിരി പശ്ചിമഘട്ടത്തിൻ്റെ തായ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ് തുഷാരഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൂടുതലായിരിക്കും. ഈ കാണുന്നത് ഒരു ചെറിയ കടയാണ് കേട്ടോ. ഇവിടെ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിലൊക്കെ ചാടാൻ ആഗ്രഹിക്കുന്നവർ തോർത്തുമുണ്ടൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും അത് വാങ്ങാവുന്നതാണ് കേട്ടോ. നേരെ മുമ്പിൽ കാണുന്നതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ഫോറസ്റ്റിൻ്റെ പാസ് വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒരാൾക്ക് 40 രൂപയെങ്ങോ ആണ് ഇവിടെ ചാർജ് ഈടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ബോർഡിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വനത്തെക്കുറിച്ചും അതിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്നും ആ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാം കേട്ടോ. വലിയ വെള്ളച്ചാട്ടങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ കാര്യമായിട്ട് വിനോദസഞ്ചാരികൾ വരാറുള്ളത് കേട്ടോ. ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ കുറച്ച് നേരത്തെ പോയതുകൊണ്ടുമാണ് കാര്യമായിട്ടുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ ഇല്ലാത്തത്. ഇവിടെ നിന്നും കുത്തനെയുള്ള ഒരു കയറ്റം കയറിയിട്ട് വേണം നമുക്ക് ആ വലിയൊരു വെള്ളച്ചാട്ടം അഥവാ തേൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് അതിനോട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന 2 അരുവികൾ ഇവിടെ കൂടിച്ചേർന്ന് ചാലിപ്പുഴ എന്ന നദി രൂപം കൊള്ളുന്നു. നദി 3ആയി പിരിഞ്ഞ് 3 വെള്ളച്ചാട്ടങ്ങളായി ഒരു മഞ്ഞു പോലത്തെ ജലധാരയാകുന്നു. ഇതിൽ നിന്നാണ് തുഷാരഗിരി എന്ന പേര് പോലും വന്നത്. 3 വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് തേൻപാറ വെള്ളച്ചാട്ടമാണ്. 75 മീറ്ററാണ് ഇതിൻ്റെ പൊക്കം. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മാത്രമാണ് സഞ്ചാരികൾക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്.
ഇനി നമ്മൾ ഇവിടെ നിന്നും നേരെ പോകുന്നത് 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു താന്നി മരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. താന്നി മുത്തശ്ശി എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നതിന് ശേഷം താന്നി മുത്തശ്ശിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ളത് തന്നെയാണ്. ഇതിനകത്ത് മുഴുവൻ പൊള്ളയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് മേലെ നോക്കിയാൽ മേലെ ആകാശം നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. ഒരേ സമയം 3-4 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് വിശ്രമിക്കാം കേട്ടോ. അത്രത്തോളം വിശാലമാണ് ഇതിനകത്തുള്ള സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ താന്നി മുത്തശ്ശിയുടെ അടുത്ത് നിന്നും നല്ലൊരു വ്യൂ കാണാം കേട്ടോ. നമുക്ക് നല്ലൊരു അരുവി മുന്നിലൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് തുഷാരഗിരിയുടെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.